കബീർ ആണ് വിളിക്കുന്നത്. എനിക്കൊരു പിന്നെ ഒരു കാര്യമുണ്ടായി. അത് പിന്നെ എലോഹിം ചർച്ചില് ഒരു പാസ്റ്ററായിട്ട് എന്നെ നിയമിച്ചു. അപ്പോൾ ഞാൻ ഈ പാട്ടുകൾ എഴുതി ഈ പാടി ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ കണ്ടായിരുന്നല്ലോ. താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നും വന്ന് ഈ കള്ളന്റെ കൂട്ടിൽ എങ്ങനെ വന്ന് കയറി? അതൊരു വലിയ കഥയാണ്. സ്തോത്രം. നിങ്ങൾ യേശുവിനെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ കള്ളന്റെ ആ കുടുംബം കലക്കിയുടെ പൈശാചിക കേന്ദ്രത്തിൽ പോവായിരുന്നോ? ഇല്ല. എനിക്കൊരു വിഷയം വന്നപ്പോഴേ ഞാൻ പല പ്രാവശ്യം 2-3 വർഷം ഞാൻ എലോഹിം ചർച്ചിൽ നിന്നതാ. അല്ല, ഇവനെ എങ്ങനെ കണ്ടു എത്തിയത്? കബീറിന്റെ വീട് എവിടാ? പേഴുമ്പാറയാണ് എൻ്റെ. പേഴുമ്പാറ എന്ന് പറയുമ്പോ ഏത് ജില്ലേ? പത്തനംതിട്ട ജില്ല. പത്തനംതിട്ടക്കാരൻ തന്നെയാ. എങ്ങനെ ഇവനെ കുറിച്ച് അറിഞ്ഞു? അപ്പൊ ഞാൻ ഈ പാട്ടുകൾ എഴുതി പാടി ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാക്ഷ്യത്തിന് ഒരു പാട്ട് പാടി. അത് കൂടാതെ പിന്നെ ലഹരി വിരുദ്ധ സന്ദേശത്തിന് ഞാൻ പാട്ടുകൾ എഴുതി പാടി ആരാധിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ എൻ്റെ ഒരു വലിയ വിഷയം വന്നപ്പോൾ എനിക്ക് കടഭാരമുണ്ട്. എങ്ങനെ കടഭാരം ഉണ്ടായത്? കടഭാരം ഒരു 3-4 ലക്ഷം രൂപയേ ഉള്ളൂ കടം. താങ്കളുടെ ജോലി എന്തായിരുന്നു? എൻ്റെ ഹോട്ടലിൽ ജോലിയായിരുന്നു. ഹോട്ടലിൽ ജോലി എന്ന് പറഞ്ഞാൽ? ഹോട്ടലിൽ എണ്ണ പലഹാരമൊക്കെ ഉണ്ടാക്കുക ഉള്ള ജോലിയാണ്. ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. അതെ. അപ്പം ഞാൻ പിന്നെ ഈ പാടി ആരാധിച്ച് ബലപ്പെടുവാൻ കർത്താവിനെ സഹായിച്ചു. സ്തോത്രം. അപ്പോൾ ആ വ്യക്തിക്ക്, ആ ബിനു വാഴമുട്ടത്തിന് എൻ്റെ കടഭാരം ഒന്ന് തീർക്കാൻ വഴിയില്ല. എൻ്റെ അടുത്ത് പറയുക, പിന്നെ വസ്തുവും വീടും കൂടെ ജപ്തി ചെയ്ത് പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. എന്നാൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പം ഞാൻ ആ വാക്ക് കേട്ടിട്ട് ഞാനിപ്പോൾ എൽഷദായി മിനിസ്ട്രിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് എന്നാ ഷുഡായിയ? എൽഷദായി മിനിസ്ട്രി. അത് ഇതിനേക്കാളും ഭേദമാണോ? മിക്കവാറും ഞാനിപ്പോൾ 1 വർഷത്തോളമായി അവിടെ കാണാൻ തുടങ്ങിയിട്ട്. കടഭാരം എല്ലാം മാറിയോ? ഇല്ല. അപ്പം ഈ കടഭാരത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കാൻ പല പ്രാവശ്യവും ദേവദാസനെ കയറി കണ്ടിട്ടും എനിക്ക് അവസരം കിട്ടിയില്ല. അപ്പൊ അവസരം കിട്ടിയപ്പോ എൻ്റെ അടുത്ത് വസ്തുവും വീടും ജപ്തി ചെയ്ത് പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. പിന്നെ ഇവിടെ ദേവദാസന്മാർക്ക് വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോഴേ ഞാനിത് എനിക്ക് നമ്മുടെ പഴയ മതം തന്നെയായിരുന്നു നല്ലതെന്ന് തോന്നിയോ? പഴയ മതം തന്നെയായിരുന്നു നല്ലത്? ഈ മതത്തിന്റെ വക്താക്കൾ അത്ര പോരാന്ന് തോന്നിയില്ലേ? അത് തോന്നാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ നിങ്ങളെ സഹായിക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. സഹായിക്കാൻ എൻ്റെ മാതാപിതാക്കളുടെ പിന്നെ ഒരു 5 സെന്റ് സ്ഥലം അത് ജ്യേഷ്ഠന്മാര് കൈവശപ്പെടുത്തിയേക്കുക. എനിക്ക് വയസ്സ് 64. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മൊത്തം മതം മാറിയായിരുന്നോ? ഇല്ല. ബാക്കിയുള്ളവരും? ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ആരാ നിങ്ങളെ മതം മാറ്റിയതാരാ? മാമോദീസ മുക്കിയതാരാ? ഇവിടെ വടശ്ശേരിക്കര ഒരു ദേവദാസനുണ്ട്. ലിവുമാരൊക്കെ ദേവദാസന്മാരാന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ഈ പൈശാചിക കൂട്ടായ്മ പോയിട്ട് ക്രിസ്തുവിനെ അറിയാനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കള്ളന്മാരുടെ കൂട്ടായ്മകളിൽ എന്തിനാ പോയത്? സ്തോത്രം. ഈ സ്തോത്രം ചെയ്ത് ഒരു 140 പ്രാവശ്യം സ്തോത്രം പറഞ്ഞത് ഇതാരാ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയണമെന്ന്?
അത് ഇങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ചതാ. ആ, ആരായിരുന്നു? ബിനുവാ? അതെ, ബിനു വഴിവട്ടം തന്നെയാ പഠിപ്പിച്ചേ. ആ. എന്നിട്ട് നിങ്ങൾ സ്തോത്രവും ഒക്കെ പറഞ്ഞ് നടന്നിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല? ഇപ്പോഴും ബുദ്ധിമുട്ടും? ഒരു മാറ്റവും ഇല്ല. എനിക്ക് കാലിൽ വെരിക്കോസൊക്കെ ഉണ്ട്. ഉം. പിന്നെ നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല എൻ്റെ പൊന്നു സഹോദര. ഈ പറഞ്ഞ പോലെ ദൈവം ഏത് മതത്തിലാണെങ്കിലും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ വിളിക്കുക. അത് ഏത് മതമെന്നോ ജാതിയെന്നോ അല്ല പറയുന്നത്. നമ്മളുടെ കർമ്മം നമ്മൾ ചെയ്യുക. നമ്മൾ ഹോട്ടലിലെ പലഹാരം പണിക്ക് ആയിക്കോട്ടെ, ഹോട്ടലിലെ ചായടി ആയിക്കോട്ടെ, ഹോട്ടൽ മുതലാളി ആയിക്കോട്ടെ, തട്ടുകട ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. സ്തോത്രം എഴുതാനും പാട്ടെഴുതി പാടി പുകഴ്ത്താനും ഒക്കെ കർത്താവ് ഇതൊക്കെ കേട്ട് കാലുവാട്ടി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കർമ്മം ചെയ്യുക. ഈ പൈശാചികന്മാരുടെ പുറകെ പോവുകയും യുവന്മാരുടെ പുറകെ നിങ്ങളുടെ നിന്ന് കൈക്കാശ് പോയതല്ലാതെ നിങ്ങൾക്ക് 5 പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. സൂത്രകാഴ്ച ഇനത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതേക്കുന്നല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൈക്കാശ് പോയതേ ഉള്ളൂ. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഇത് യുവന്മാരുടെ ചീരകൃഷിയാണെന്ന് മനസ്സിലാക്കുക. അന്നേരം അതിനകത്ത് നമ്മൾ പോയി വിലപ്പെട്ട സമയം കളയുന്നു, മനസ്സമാധാനം കളയുന്നു, കാശ് കളയുന്നു. ഇതിനകത്തൊന്നും ഒരു പുണ്ണാക്കും ഇല്ലാന്ന് മനസ്സിലാക്കുക. ഇവന്മാർക്ക് ക്രിസ്തുവായിട്ട് അറിയത്തില്ല, ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പൈശാചികന്മാരുടെ അടുത്തേക്കല്ല പോകേണ്ടത്. മനസ്സിലായില്ലേ? അന്നേരം അതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെലന്തി വല കെട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുക വിശ്വാസികളെ പിടുങ്ങാൻ. അവൻ്റെ എന്തെങ്കിലും പിടിച്ച് ഇര വീഴുന്ന പോലെ നിങ്ങളെ ഇവന്റെ ഓരോരോ പരസ്യങ്ങളും മറ്റേ സാധനങ്ങളും കണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റ പോലെ അവിടേക്ക് പോകുന്നു. അല്ല, താങ്കൾക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ആത്മീയത താങ്കൾക്ക് തോന്നുന്നുണ്ട് ഈ പൈശാചിനെ കിടന്ന് അമറി പൊളിക്കുന്നത്? ഇല്ല, എനിക്കൊന്നും തോന്നുന്നില്ല. ഒരു ആത്മീയതയും തോന്നുന്നില്ല. ഇവൻ എന്നിട്ട് പറയുന്ന ട്രെയിനിൽ ആത്മഹത്യം ചെയ്യുന്ന അപ്പച്ചന്മാരിങ്ങോട്ട് പോവാ, അമ്മച്ചിമാരിങ്ങോട്ട് പോവാ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ കടന്ന് കഴിഞ്ഞ ദിവസം കിടന്ന് കാറി പോയി പറഞ്ഞിട്ട് എന്ത് തോന്നുന്നു? ഇതെന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ പറയുന്നതിനകത്ത്? ഇല്ല, ഒരു ആത്മാർത്ഥതയില്ല. എന്നോട് പറഞ്ഞത് എന്റെ മനസ്സിലുണ്ട്. കാര്യം വസ്തുവും വീടും കൂടെ ജപ്തി ചെയ്ത് പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. ഇവിടെ ദേവദാസന്മാർക്കൊക്കെ വീടുണ്ടാക്കുന്നുണ്ടെന്ന്. എവിടാ വീട്? എനിക്ക് സ്വർഗത്തിലൊരു വീടുണ്ട്. അത് കൈപ്പണിയില്ലാതെ ഒരുക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അന്നേരം ഇനിയെങ്കിലും മനസ്സിലായല്ലോ, ഈ പൈശാചികന്മാരുടെ പുറകെ പോകാതിരിക്കുക, സമാധാനത്തോടെ വീട്ടിലിരിക്കുക. ആമേൻ.